നമ്മൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് മുകളിലേക്ക് മരം വീണു. അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. കണ്ടക്ടർ സുനിൽ ദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. മരം KSRTC ബസ്സിലേക്ക് മുകളിലേക്ക് വീണതാണ്. 15 പേർക്കോളം പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു സൗണ്ട് കേൾക്കണുണ്ട്. അതിനിടയിൽ ഞാൻ കമ്പിയിൽ കമ്മുന്നു. അതിനിടയിൽ പറയണം മരം വീഴുന്നതാണെന്ന് പറഞ്ഞു. ഫ്രണ്ടിലൊരു മരം വീഴുന്നു, അതിനിടയിൽ ബാക്കിൽ ഒരു മരം വന്ന് വീഴുന്നതാണ്. അമ്മയ്ക്ക് എവിടെ പരിക്ക്? എവിടെ അമ്മ പുറത്താണ്. എവിടെ പോകാൻ വേണ്ടി വന്നു അമ്മ? കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുകയാണ്. അരുൺ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? യാത്രക്കാരുടെ പരിക്കിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഹരി, ഒരു അരമണിക്കൂർ മുമ്പായിരുന്നു ഈ കാട്ടാക്കട ഈ പറയുന്ന നക്രാഞ്ചിറയ്ക്ക് സമീപത്ത് ഈ ഒരു അപകടം ഉണ്ടായത്. ഈ കോട്ടൂർ ഭാഗത്തേക്ക് പോകുമായിരുന്ന KSRTC ബസ്സിന് പുറത്തേക്ക് ഒരു പടുകൂറ്റൻ മരം കടപുഴകി വീഴുകയായിരുന്നു. ഇങ്ങനെയായിരുന്നു അപകടം സംഭവിച്ചത്. ബസ്സിൽ 10-30ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഇതിൽ 15 പേർക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ അപകടത്തിന്റെ ആഘാതത്തിൽ മുഖത്താണ് പലർക്കും പരിക്കുകൾ പറ്റിയിട്ടുള്ളത്. ഇവരെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലും ഒപ്പം കാട്ടാക്കടയിലുള്ള ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഒപ്പം സുൽദാസ് എന്ന് പറയുന്ന കണ്ടക്ടർക്കും അദ്ദേഹവും ടിക്കറ്റ് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഒരു അപകടം സംഭവിച്ചത്. തൽക്ഷണം കമ്പി മുഖത്തടിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മൂക്കിന് കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരു ഏറെ നേരം ഈ സമയത്ത് ഈ പ്രദേശത്തേക്കുള്ള ഗതാഗതം നിലച്ചു. നെടുമങ്ങാടിലേക്ക് പോകുന്ന കാട്ടാക്കടയിൽ നിന്ന് നെടുമങ്ങാടേക്ക് ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത്. നിലച്ചു. തുടർന്ന് ഫയർഫോഴ്സും പോലീസ് സംഘവും എത്തി സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ട്. ഹരി, വ്യക്തമാണ്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ KSRTC ബസ്സിന് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു. ഏകദേശം 30ഓളം യാത്രക്കാർ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു. അതിൽ 15ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പലർക്കും പരിക്ക് മുഖത്ത് ഏറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ടക്ടർ സുനിൽദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ബാക്കിയുള്ള യാത്രക്കാരിൽ പലരെയും നെയ്യാറ്റിങ്കര ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വിശദാംശങ്ങൾ അരുൺ മോഹനാണ് നൽകിയത്.